രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഈസിയായി ഉണ്ടാക്കണം, പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട. അങ്ങനെയുള്ളപ്പോഴാണ് ഞാൻ ഇപ്പോൾ സ്ഥിരമായി ഉണ്ടാക്കുന്ന ഈ എഗ് എമാദാസി എനിക്ക് ഓർമ്മ വന്നത്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയ സംഭവം പോലെയൊക്കെ തോന്നിട്ടോ, പക്ഷേ ഉണ്ടാക്കാൻ നോക്കിയാലുണ്ടല്ലോ വളരെ സിമ്പിളാണ്. കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അത് ചൂടായതിനു ശേഷം കുറച്ച് ബട്ടർ ഇടാം. ബട്ടർ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് ഒനിയൻ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ 1 മിനിറ്റോളം ബട്ടറിൽ ഇങ്ങനെ വഴറ്റുക. അതിനുശേഷം നമുക്ക് 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ചെറിയ ഗ്ലാസ്സാണ് എടുക്കുന്നത്. ഏകദേശം ഇത്രത്തോളം വെള്ളം നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് 2 സ്ലൈസ്ഡ് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. ചീസ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇത് ഉരുകി എല്ലാറ്റിനോടും കൂടി മിക്സ് ആകുമ്പോൾ നല്ല ക്രീമി കൺസിസ്റ്റൻസി ആകും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാൾട്ട്, കുറച്ച് പെപ്പർ, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ കുറച്ച് എക്സ്ട്രാ ഒക്കെ ഇടാം കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ഇനിയാണ് നമ്മുടെ മെയിൻ ആൾ വരുന്നത്. നേരെ 3 എഗ്സ് ഇതിലേക്ക് പൊട്ടിച്ച് ഇനി വെറുതെ ഒന്ന് കുക്കാവാൻ വിടാം. അധികം ഇളക്കി കുഴപ്പിക്കേണ്ട കേട്ടോ. ഇവിടെ നമുക്ക് എഗ്സിന് കുറച്ചൊരു പ്രൈവസി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. എഗ്സ് നന്നായി കുക്കായി വന്നാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില നമ്മളൊന്ന് വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ എഗ് എമാദാസി റെഡി ആയിട്ടുണ്ട്. ക്രീമി ചീസിൻ്റെ, ഒനിയൻ, ചില്ലി, പെപ്പറിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവറാണ് നമുക്കിതിൽ കിട്ടുന്നത്. പിന്നെ പെർഫെക്റ്റ്ലി കുക്ക്ഡ് എഗ്സും കൂടിയാണ് വരുന്നത്. ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പിന്നെ എന്നെ കുറ്റം പറയരുതേ. ഇത് നിങ്ങളുടെയും ഒബ്സഷൻ ആയിപ്പോയാൽ ഞാൻ ഉത്തരവാദിയേ അല്ല. മാപ്പ മെമ്മറീസ് നിന്ന് ഇന്നത്തെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് മെമ്മറിയാണ്. ബൈ, വീണ്ടും കാണാം.